പ്രൈസ് ലോർഡ്. ദേവദാസനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ അത്ഭുതകരമായിരിക്കുന്ന സാക്ഷ്യത്തെപ്പറ്റി ഞാൻ നേരിട്ടും അനേക ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് അനേക പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് എന്നും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. ആവട്ടെ, നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ ഉയർന്ന ഒരു കുടുംബത്തിലെ അംഗമാണെന്നും, ഓർത്തഡോക്സ് കുടുംബമായിരുന്നു അല്ലേ? അപ്പോൾ ആ ഓർത്തഡോക്സ് കുടുംബത്തിൽ പിന്നെ നിങ്ങളുടെ ഫാദറിനെ പറ്റി, ദേവദാസൻ്റെ അപ്പനെ പറ്റിയൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഈ ലോകം നമ്മളെ പഴിക്കുന്ന ഒരു അനുഭവമാണ് ഈ ദൈവവേല എന്ന് പറയുന്നത്. പക്ഷേ ഒരു ലജ്ജ കൂടാതെ നോർത്ത് ഇന്ത്യയിലും ഇവിടെയും ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കൊത്തവണ്ണം ഇന്നവരെ നിർത്തുവാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. പക്ഷേ ഇത്ര വലിയ കുടുംബത്തിൽ നിന്ന് ഈ യേശുക്രിസ്തുവിന് വേണ്ടി നിന്ന് ഏൽപ്പാനായിട്ട് ഒരു ലജ്ജയും കൂടാതെ ഇറങ്ങി തിരിച്ച ആ സന്ദർഭം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രക്ഷകനെ കണ്ടെത്തിയത് എന്നൊരു കാര്യം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് തോമസ്. ഞാൻ മാന്നാറിൽ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ മാന്നാറിൽ താമസിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് 1989-ലാണ്. 89 ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് തിരുവല്ല സെൻറ്റ് ജോൺസ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. വളരെ ശക്തമായ, ചെറിയ രീതിയിലല്ല, നല്ല നിലയിൽ മദ്യപിക്കുന്ന ഒരു പിതാവായിരുന്നു. അങ്ങനെ ജീവിതം തകർന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാസ്ഥിതിക ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഈ മാന്നാറിൽ അറിയപ്പെടുന്ന പെരുമ്പ്രാൽ കുരുത്തിട്ട കുടുംബം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരുമാതിരി അറിയാവുന്ന കുടുംബമാണ്. അച്ഛന്മാരൊക്കെ ഒത്തിരിയുള്ള, ഓർത്തഡോക്സിലെ അച്ഛന്മാരൊക്കെ ഒത്തിരിയുള്ള കുടുംബമാണ്. അതുകൂടാതെ ഞങ്ങളുടെ വലിയ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് പരുമല തിരുമേനി എന്ന ലോകം വാഴ്ത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു റവറൻ ഉമ്മൻ ഗീവർഗീസ് അച്ഛൻ. അപ്പോൾ അദ്ദേഹമായിരുന്നു പരുമല തിരുമേനിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പശ്ചാത്തലം, ഒരു കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്കുണ്ട്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ ദേവദാസൻ്റെ ആരായിട്ട് വരും? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എൻ്റെ അപ്പൻ്റെ വല്യപ്പൻ. ഓക്കെ, അദ്ദേഹമായിരുന്നു ഈ പരുമല തിരുമേനിയുടെ സെക്രട്ടറി ഉമ്മൻ ഗീവർഗീസ്. ഓക്കെ, ഇനി പറഞ്ഞു. അപ്പം അദ്ദേഹം പരുമല തിരുമേനിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് പലപ്പോഴും തിരുമേനി ഞങ്ങളുടെ ഭവനത്തിൽ വരികയോ അവിടെ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്ത വലിയൊരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് 1989-ലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അതിന് ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. വലിയ ചട്ടമ്പിയൊക്കെ ആയിരുന്നു. ദേശത്ത് ഒത്തിരി സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ്. അപ്പം സമാധാനം നഷ്ടപ്പെട്ട ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പലപ്പോഴും പിതാവിനോട് മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണമെന്നൊക്കെ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ടും യാതൊരു രക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, കുടുംബ തകർച്ചയിലേക്ക് ഞങ്ങളുടെ ഭവനം നീങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുവിശേഷകൻ എൻ്റെ അമ്മയോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഭവനത്തിൽ വന്നില്ല, തെരുവിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങണം, അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ദേവദാസന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പിതാവ് മദ്യപാനിയായിരുന്നോ? അദ്ദേഹം മറ്റേ ഈ വഴക്കും കേസുകളും അങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒത്തിരി കേസും വഴക്കും അടിപിടിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ റൗഡി അല്ലെങ്കിൽ ചട്ടമ്പി എന്നൊക്കെ പറയാം, ആ രീതിയിൽ. അപ്പൊ അന്ന് നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ലെവലുള്ളവരായിരുന്നല്ലോ അല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഉന്നത സ്ഥാനത്ത് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദാസന്മാരും ഋഷിഭൂമികളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു. പക്ഷെ വീട്ടിൽ ഒരിക്കലും സമാധാനമില്ലായിരുന്നില്ലേ? വീട്ടിൽ യാതൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞ പോലെ പള്ളിയിലെ പുരോഹിതന്മാരൊക്കെ സഹോദരങ്ങളും വല്യപ്പന്മാരും ഒക്കെ ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ തിരുമേനിയുടെ സെക്രട്ടറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും യാതൊരു സമാധാനവും ഇല്ലാതെ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരു പിതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അന്നത്തെ സമയത്ത് 1989 എൻ്റെ അമ്മ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ രഹസ്യമായ പ്രാർത്ഥന പെന്തിക്കോസിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു പോകുന്ന നിലയിലേക്ക് അന്നിടയായി. അപ്പോൾ ആ വിവരം ഒരു ദിവസം ഞാനിങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാനും. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം സുബോധം നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഐക്യരമുക്കിനുള്ള ജംഗ്ഷനിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ അമ്മ ഇതുപോലൊരു പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോയി എന്നോട് പറയാൻ ഇടയായി. വളരെ കോപിഷ്ഠനായി ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് അമ്മയെ അന്വേഷിച്ചപ്പോൾ അമ്മയെ അവിടെ കണ്ടില്ല. അല്ല, ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോലും എന്താ ദേഷ്യപ്പെട്ടെ?
കാരണം നമ്മളൊരു യാഥാസ്ഥിക ഓർത്തഡോക്സ് കുടുംബമാണ്, 2 പുരോഹിതന്മാരുള്ള പാരമ്പര്യമുള്ള ഒരു കുടുംബമായതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് അക്കാലത്തിൽ വിശ്വാസത്തിലേക്ക് പോകുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ കുറച്ച് മാത്രമാണ് ബെന്തിക്കോസിന്റെ അനുഭവത്തിലുള്ളവർ. ഒരാൾ പെന്തക്കോസ് മീറ്റിംഗ് പോയാൽ നാണക്കേടാ, കുടുംബത്തിൽ നാണക്കേടാ അല്ലേ? കുടുംബത്തിന് നാണക്കേട് മാത്രമല്ല, അത് വലിയൊരു വിഷയത്തിലേക്ക് വരും, വലിയൊരു പ്രശ്നത്തിലേക്കും, പള്ളിയിൽ നിന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളെ, കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കോപിഷ്ഠനായ, ഒന്നാമത് മദ്യലഹരിയിലാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. അങ്ങനെ തിരിച്ചെൻ്റെ ഭവനത്തിലേക്ക് വന്ന് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ അമ്മയെ അന്വേഷിച്ചപ്പോൾ അമ്മ അവിടെ ഇല്ല. എനിക്ക് മനസ്സിലായി അടുത്ത് കേൾക്കുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. ഞാനവിടെ നിലയുറപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞിരുന്നു. അന്നേരം ഞാൻ മദ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ വരുന്നു. അമ്മയോട് സംസാരിക്കുകയാണ്. എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളും വളരെ ശക്തിയോടുകൂടെ പ്രതികരിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോയെങ്കിൽ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ മരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തിരുവല്ലയിലേക്ക് കടന്നു പോകും. സ്വന്തം അമ്മയോട് പറഞ്ഞോ മരിക്കാൻ തയ്യാറായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കൊല്ലുമെന്നാണോ എൻ്റെ അർത്ഥം? അത് തന്നെ ഭയങ്കരം കൊല്ലുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് ഇവിടുന്ന് വണ്ടി കയറി പോവുകയാണ്. ബസ്സിൽ മദ്യപിച്ച് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്ന് കാവുംഭാഗത്ത് ചെന്ന് വലിയൊരു അടിപിടി കേസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് രാത്രിയിൽ പകൽ തന്നെ ഞാനൊരു കത്തിയൊക്കെ മേടിച്ച് എൻ്റെ ശരീരത്തിൽ തന്നെ ഒളിപ്പിച്ച് രാത്രിയിൽ ഒരു BJP-കാരനാണ് എന്നെ കാവുംഭാഗത്തു നിന്ന് എൻ്റെ എരമത്തൂരുള്ള ഐക്യമുക്ക് ജംഗ്ഷനിലേക്ക് ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രിയിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 11:45 രാത്രി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ 12 മണിക്കാണ് അമ്മ കൊല്ലുമെന്ന് പറഞ്ഞേക്കുന്നത്. അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോൾ തിരിച്ചു വരുന്നു അന്നേരം പെന്തിക്കോസിൽ പോയതിൻ്റെ പേരിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെന്തിക്കോസിൽ പോയതിൻ്റെ പേരിൽ കൊല്ലുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ 11:45 വീട്ടിൽ കയറി വന്നപ്പോൾ പിതാവ് മദ്യപിച്ച് സിറ്റൗട്ടിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറ് അങ്ങനെ അടയ്ക്കാറില്ല, കാരണം ആരെങ്കിലുമൊക്കെ എപ്പോഴേലുമൊക്കെ കയറി വരും. 2 കള്ളന്മാർ ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു നിലയിലുള്ള കുടുംബമാണ്. അപ്പം പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ കണ്ടത് പിതാവ് മദ്യപിച്ച് സിറ്റൗട്ടിൽ തന്നെ കിടക്കുന്നതായിട്ടാണ്. അകത്തേക്ക് കയറാൻ വേണ്ടി ഡോറിൻ്റെ മെയിൻ ഡോറ് പൂട്ടിയിരുന്നില്ല. അകത്തേക്ക് കയറിയപ്പോൾ വലിയ നിലവിളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം കേട്ടു റൂമിൽ നിന്ന്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി സുബോധം. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് ഈ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഈ കൃപ കിട്ടിയത് പെന്തക്കോസ്തൽ ആരാധനയ്ക്ക് പോയതുകൊണ്ടല്ലേ? അത് തന്നെ, തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആശ്വാസവും അന്ന് തന്നെ ഒരു പ്രവചനവും അമ്മയോട് ഉണ്ടായിരുന്നു. ഈ പെന്തക്കോസ്ത് അന്ന് ആദ്യമായിട്ടല്ലേ അമ്മ പോയത് ഈ മീറ്റിങ്ങിന്? ആദ്യമായിട്ടാണ് പോയത്. രഹസ്യമായിട്ട് പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ ആളെന്നോട് പറയുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഓക്കെ. അപ്പോൾ അന്നത്തെ ആ മീറ്റിങ്ങിൽ ഒരു ദൈവത്തിൻ്റെ ദാസി വന്നിരുന്നു. അത് ദൈവദാസി അമ്മയുടെ തലയിൽ കൈവച്ചിട്ടൊരു ആലോചന പറഞ്ഞായിരുന്നു. നിന്റെ ഇളയ മകനെ ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കും, അവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞ് ഒരാലോചന പറഞ്ഞ് ധൈര്യപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഈ ഇളയ മകൻ ആ സമയത്ത് കള്ളും കഞ്ച ഒഴിച്ച് കടത്തിലേക്ക് കിടക്കുക. അത് തന്നെ, ഈ ദൂത് എൻ്റെ അമ്മയോട് പറയുമ്പോൾ തന്നെ ഞാൻ മദ്യലഹരിയിൽ ജംഗ്ഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ദൂത് അമ്മയോട് പറയുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതിൻ്റെ ആ ശക്തിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് രാത്രി 12 മണി 11:45 കയറി വന്നപ്പോൾ തൻ്റെ മാതാവിൻ്റെ ബെഡ്റൂമിൽ നിന്ന് വലിയൊരു നിലവിളിയോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ കേൾക്കുന്നത്. വസ്ത്രം പോലും രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയത് മാറിയിട്ടില്ല. ആ സെയിം വസ്ത്രത്തിലാണ് പകൽ 1 മണിക്ക് കണ്ട അതേ വസ്ത്രത്തിൽ തന്നെയാണ് ആ റൂമിലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക അല്ലേ? നിലവിളിച്ച് കരയുന്ന. എന്തായിരിക്കും അമ്മ എന്തിനും പ്രാർത്ഥിക്കുന്നത് വല്ലതും ശ്രദ്ധിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം ആരാണെന്നും പ്രാർത്ഥന എന്താണെന്നും ഇതിന്റെ മർമ്മം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം അമ്മ എന്തൊക്കെയോ നിലവിളിച്ച് പറയുന്നുണ്ട്. ആ പകല് കേട്ട ദൂതിനെ എടുത്തു പറഞ്ഞ് ദൈവം മകനെ സന്ദർശിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സന്ദർശനം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഡോറ് ബെഡ്റൂമിൽ തുറന്നു തന്നെയാണ് കിടന്നത്. പക്ഷേ ഞാനന്ന് എനിക്കന്ന് ഏകദേശം ഒരു 28 വയസ്സ് കാണും. 28 ഒരു 24 വയസ്സെങ്ങാണ്ടുണ്ട് അന്നേരം. അപ്പോഴത്തേക്കിന് ഞാൻ മദ്യലഹരിയിലെ ഈ റൂമിലേക്ക്, തുറന്നു കിടന്ന റൂമിലേക്ക് പല ആവർത്തി മദ്യത്തിന്റെ ലഹരിയിൽ ഈ കത്തിയും പിടിച്ചൊന്ന് കയറാൻ ശ്രമിച്ചു, അമ്മയെ കൊല്ലാൻ വേണ്ടി. പക്ഷേ
എനിക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു അദൃശ്യമായ ശക്തി ആ തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ അടുത്ത് നിന്ന് തടയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഞാൻ ആവുന്നതും ശക്തി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. മദ്യലഹരിയിലാണ്, നല്ല യൗവനമാണ്, ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ അകത്തേക്ക് കയറുമ്പോൾ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ തടയുകയാണ്. അപ്പൊ ഈ ദൈവത്തിന് ദൂതന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെ അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ നമുക്കറിയത്തില്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൂതന്മാരുണ്ടെന്നുള്ള കാര്യം ശരി, കാരണം അല്ല ആരും നമ്മളെ പുറമോട്ട് പിടിച്ച് തള്ളുന്നേ. അതിനൊന്നും നമുക്കിത് മനസ്സിലാകുന്നത്. ഞാൻ വിചാരിക്കുന്ന ഏതോ പൈശാചി ശക്തി വല്ലോ എന്നെ ഇങ്ങനെ പിടിക്കുകയാണെന്നാണ് വിചാരിച്ചു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ശക്തിയാണെന്നും ദൈവത്തിന്റെ ദൂതനാണ് ആ മാതാവിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എന്റെയും മാതാവിന്റെയും മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അപ്പൊ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം ആ വാതിക്കൽ നിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചിട്ട് ഒന്നും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ വെക്കുന്ന ശബ്ദങ്ങളൊന്നും അമ്മ കേൾക്കുന്നുമില്ല. വളരെ ശക്തമായി ഏകാഗ്രതയോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലായി പകൽ 1 മണിക്ക് പറഞ്ഞായിരുന്നല്ലോ തിരിച്ചു വരുമ്പോൾ കൊല്ലപ്പെടുമെന്ന്. അപ്പം കൊല്ലപ്പെടാനുള്ള സാധ്യത 100% ആയതുകൊണ്ട് വളരെ സമർപ്പിച്ച് തന്നെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്നെ തടയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ജീവൻ മരണം പോരാട്ടോ അമ്മ കാണിച്ചേ. ഭയങ്കരം. അപ്പം പിന്നെ കത്തി ലാസ്റ്റ് 20 മിനിറ്റ് പരിശ്രമിച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് കയ്യിലിരുന്ന ആ കത്തി ഞാൻ എടുത്ത് എറിഞ്ഞെങ്കിലും കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. എറിഞ്ഞ് നമ്മളത് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പക്ഷേ അന്നേരം അത് ഭിത്തിയിൽ പോയിക്കൊണ്ട് നിലത്ത് വീഴുമ്പോഴാണ് ആ ശബ്ദം കേട്ട് അമ്മ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ഒന്ന് മാറുന്നത്. അതായത് കണ്ണ് തുറന്നത് പരിസരബോധം വരുന്നത് അന്നേരമാണ്. പ്രാർത്ഥനയിൽ നിന്ന് ആ പരിസരബോധത്തിലേക്ക് വരുന്നത്. ഒന്നും മിണ്ടിയില്ല. എനിക്ക് കയറാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്തത് സൂയിസൈഡ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയാണ് ഇതെല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ അമ്മയും കൊന്ന് എനിക്കും അമ്മയും കൊല്ലുക ബെന്തിക്കോസിൽ പോയതിന്റെ പേരിൽ ദൈവത്തെ അറിയാൻ പോയതാണ് വിഷയം. അതാണ്. വേറെ കുടുംബ കലഹവും ഒന്നുമില്ല. ബെന്തിക്കോസിൽ ആരാധനയ്ക്ക് പോയതിന് ഇത് ചെയ്ത് കൊല്ലുക, മരിക്കുക. അപ്പം കുടുംബത്തിന് നാണക്കേടായി പോയി എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ നിങ്ങൾ ഈ കള്ളു കുടിച്ച് ഓടെ കിടന്നപ്പോ കുടുംബത്തിന് നാണക്കേടൊന്നുമില്ല. അത് ആ കാലഘട്ടത്തിൽ നമുക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. മദ്യപിക്കുന്നതും ഇങ്ങനെ വഴക്കിടുന്നതും ചട്ടപ്പിത്തരത്തിന് പോകുന്നതും ഒക്കെ ഒരു വലിയൊരു അഭിമാനമാണ്. ഒരാളെ തല്ലിട്ട് വരുന്നതൊക്കെ വലിയൊരു. അതെ, ഞാൻ ഹിന്ദു ആയിരുന്നപ്പോൾ ഇതേ അനുഭവം ഉണ്ട്. എനിക്ക് മർത്തോമക്കാരും ഓർത്തഡോക്സുകാരൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു. ഇവന്മാര് വന്ന് വീമ്പ് കളക്കുന്ന എത്ര പെഗ് അടിച്ചു, എത്ര കുപ്പി അടിച്ചു, വെള്ളം ചേർക്കാതെ അടിച്ചെന്നൊക്കെ അമ്മമാരുടെ വീമ്പ് കുറച്ചില്ല. ഒരു ഗമയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തില് ഈ ബെന്തിക്കോസിലേക്ക് പോയതാണ് ഈ കൊല്ലാനുണ്ടായ കാരണം തന്നെ. അപ്പൊ അന്നേരം എനിക്കത് കൊല്ലാൻ പറ്റിയില്ല. ഞാൻ പിന്നെ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളത്. അപ്പൊ തന്നെ ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അന്ന് നിങ്ങൾക്ക് 2 നില വീടല്ലേ? അന്നും 2 നില വീടാണ്. ഒരു 35 വർഷത്തിന് മുമ്പേ 2 നില വീടാണ്. അതായത് എരമത്തൂർ ആദ്യത്തെ 2 നില വീടാണ്. അപ്പം ഞാൻ നേരെ മുകളിലത്തെ നിലയിൽ പോയി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ആദ്യം കത്തെഴുതുന്നത്. മദ്യലഹരിയിലാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് കത്തെഴുതാൻ കാരണം എന്റെ പിതാവ് മദ്യപാനിയും ചട്ടമ്പിയും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപ്പഴയാൽ വല്ലതും സംഭവിച്ചതാണോ എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാല് അപ്പൻ തല്ലിക്കൊന്ന് കെട്ടി തൂക്കി നിലപ്പം പോലീസുകാർ വിചാരിക്കും. ആ ഒരു കാരണത്താലാണ് അങ്ങനെ ഒരു കത്ത് മനഃപൂർവ്വം എഴുതിയത്. അപ്പൊ അവ്യക്തമായിട്ട് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് എഴുതി, ഞാൻ സ്വയമായിട്ട് തന്നെ മരിക്കുകയാണെന്ന് എഴുതി അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ എനിക്കൊരു സഹായകൻ അവിടെ എത്തി. സഹായകൻ എന്ന് പറഞ്ഞ ഒരു അദൃശ്യമായ രൂപമാണ്. ആ രൂപം എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റും. കറുത്ത ഒരു മനുഷ്യനാണ്, നല്ലൊരു കറുത്ത ഒരു മനുഷ്യൻ വന്ന് നമ്മളെ സഹായിക്കുകയാണ്. അടുത്തുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമ്മുടെ ഈ തുറന്ന കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. തുറന്ന കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ പറ്റും. ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. ആത്മഹത്യ തീരുമാനിച്ച സമയം മുതലേ ഈ ആൾ അടുത്ത് നിൽക്കുകയാണ്. അത് ശരി. അപ്പൊ പിന്നെ ഇദ്ദേഹമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ മദ്യലഹരിയിലാണ്. ടേബിൾ ഇടണം, ടേബിളിന് മണ്ടയ്ക്ക് കസേരയോ സ്റ്റൂളോ വെക്കണം, അത് കഴിഞ്ഞിട്ട് ഹുക്ക് കെട്ടണം, കയ്യില് കെട്ടണം. ഇതിനെല്ലാം സഹായിച്ചത് ഈ പേഴ്സണാലിറ്റിയാണ്, ഈ കറുത്ത രൂപം. അവനൊരു ഹെൽപ്പറായിട്ട് കൂടെ നിന്നു. അത് കൂടെ നിന്നിട്ട് അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞു വേഗം ചെയ്യാൻ പറഞ്ഞു. ആത്മഹത്യ വേഗം ചെയ്യുന്നു പറഞ്ഞ് അദ്ദേഹം അങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോഴെന്താ വേറെ ഈ മനുഷ്യനെ കാണുമ്പോൾ എന്തെങ്കിലും ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കൂടുള്ള രൂപത്തെ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഒരു കൂട്ടുകാരൻ നിൽക്കുന്ന പോലെ അങ്ങ് തോന്നുക. അതായത് പിശാചാണോ ഇത് ദൈവമാണോ ഒന്നും നമുക്കറിയാം. അങ്ങനെ ചിന്തകളൊന്നുമില്ല. നമ്മള് ലോക മനുഷ്യനായിട്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മളെ സഹായിക്കാൻ ആരോ വന്നിരിക്കുകയാണെന്നുള്ള ചിന്തയേ ഉള്ളൂ. അതായത് പിശാചാണെന്ന് പോലും. മനസ്സിലായി. അപ്പോഴത്തേക്കിന്
ഇദ്ദേഹം പറഞ്ഞു ഞാൻ ടേബിളും ഒക്കെ ഇട്ടു തന്നു. കസേരയൊക്കെ അദ്ദേഹം തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തത്, എല്ലാം ചെയ്ത് ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ ടേബിളിൽ നിൽക്കുകയാണ്, സ്റ്റൂളേല് മേശയുടെ പുറത്ത് സ്റ്റൂൾ ഇട്ട് അതിന്റെ മണ്ടയ്ക്ക് കയ്യിൽ ഉരുക്കി നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഞാൻ ഒരു പ്രകാശം കാണുകയാണ് റൂമിൽ. അപ്പൊ മൊത്തം അന്ധകാരത്തിലാണ് നിൽക്കുന്നത്. മെയിൻ സ്വിച്ച് മുഴുവൻ ഓഫ് ചെയ്തിരിക്കുകയാണ്, റൂം മുഴുവൻ അന്ധകാരമാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കൈലിയുടെ തുമ്പ് കെട്ടി പെടലിക്ക് ഇങ്ങനെ ഇട്ട് ആ ടേബിളിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പ്രത്യേക വെട്ടം വരുന്നതായിട്ടാണ്. അത് റൂമിൽ നിന്നാണോ സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എവിടെയെന്ന് അറിയത്തില്ല, ഒരു സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം ഇങ്ങനെ 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 ഫോക്കസ് ചെയ്ത് വരികയാണ്. ആ പ്രകാശം ദൂരേന്ന് ആരംഭിച്ചതാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഇതൊരു ഫ്ലാഷ് അടിച്ചു മാറുന്നത് പോലെ അങ്ങ് മാറുകയാണ്. പൗലോസ് കണ്ടത്. അപ്പൊ ആ പ്രകാശം ഇങ്ങനെ വന്ന് മുഖത്തേക്ക് അടിക്കുകയും ഞാൻ എൻ്റെ കൂടെ നിന്ന് ആ പേഴ്സണാലിറ്റി ആ പ്രകാശത്തോടു കൂടെ ജനൽ വഴി പുറത്തേക്ക് പോവുകയാണ്. സ്തോത്രം. അത് വലിയൊരു സംഭവമായിട്ട് പിന്നെ എനിക്ക് സുബോധം വരികയാണ്. അന്നേരമാണ് സുബോധം വരുന്നത്. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ആ നിൽക്കുന്നതെന്നും എല്ലാം ബോധം വരുന്നത് ഈ പ്രകാശം വന്ന് അടിച്ചു മാറ്റുമ്പോഴാണ്. അപ്പോൾ ഈ പ്രകാശത്തോടൊപ്പം ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു 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 എന്നുള്ള ഒരു ശബ്ദം ഇങ്ങനെ അശരീരി പോലെ വരുന്നുണ്ട് ഈ പ്രകാശത്തോടൊപ്പം. അപ്പൊ ഈ പ്രകാശം വന്നപ്പം എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഡ്രഗ്സിന്റെ ലഹരികളും അന്നേരം തന്നെ നോർമലായിട്ട് മാറുകയാണ്. രണ്ട്, ആ കൂടെ നിൽക്കുന്ന മനുഷ്യൻ അപ്രത്യക്ഷമാവുകയാണ്. പ്രകാശത്തിലൂടെ അദ്ദേഹവും അങ്ങ് വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റിയില്ല. വെളിച്ചത്തിൽ നിൽക്കാൻ പറ്റിയില്ല. വെളിച്ചം വന്നതിന്റെ രണ്ട് പ്രത്യേകത, ഒന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മാരകമായ ഡ്രഗ്സുകളാണ്. മദ്യമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. കാരണം മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള മദ്യപാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് അടിച്ചിരിക്കുന്നു. അപ്പൊ അത്രയും ഭീകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം ഈ പ്രകാശം വന്നടിക്കുമ്പോൾ സുബോധം വരികയാണ്, എല്ലാ മദ്യലഹരികളും വിട്ടുമാറുകയാണ്. രണ്ട്, എന്റെ കൂടെ നിന്ന് ആ കറുത്ത പേഴ്സണാലിറ്റി അപ്രത്യക്ഷമാകുക. അപ്പൊ ഞാൻ ദൈവശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ താഴത്തെ നിലയിലെ സിറ്റ് ഔട്ടിൽ മദ്യപിച്ച് കിടന്ന പിതാവ് നേരെ മുകളിലത്തെ നിലയിലേക്ക് ആരാ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹം അവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ വന്ന് എന്റെ റൂമിൽ വന്ന് കയറുമ്പോൾ ഞാൻ ആ ടേബിളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യപിച്ച് ബോധം കെട്ട് കിടന്ന പിതാവ് അവിടെ വരണമെങ്കിൽ നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞപ്പോഴേ വല്ല പെട്ടെന്ന് നിലവിളിയോ അങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വല്ല സ്വരങ്ങളോ വല്ല ഉണ്ടായി കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവിടെ മുകളിൽ കയറി വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് മരിച്ചുപോയ ഒരാൾ പറയുന്നത് നിന്റെ മകന് എന്തോ അനർത്ഥം സംഭവിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തെ ഉണർത്തി കിടക്കുന്ന ആളിനെ ഉണർത്തി നിന്റെ മകൻ മരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. സ്തോത്രം. അപ്പം മണ്ടയ്ക്ക് വന്നപ്പം ഇരുട്ടത്ത് വന്ന് കാലയിൽ പിടിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ തൂങ്ങി വെയിറ്റ് കൊണ്ട് കാല് വന്ന് ടേബിളില് ഉറച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു നിലവിളി പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പപ്പ ആദ്യമായിട്ടായിരിക്കുമല്ലോ നിലവിളിക്കുന്നത്? ആദ്യമായിട്ടാണ് കരയുന്നത്. കാരണം ലോകത്തിൽ മദ്യപാനം നിർത്തത്തില്ലെന്ന് ഞങ്ങളോട് വളരെ ശക്തമായി പറഞ്ഞൊരു മനുഷ്യനാണ്. രണ്ട്, ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ശവപ്പെട്ടിയിൽ ഒരു 5 കുപ്പി ചാരായം വെച്ച് അടക്കാവെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ഞങ്ങൾ സഹോദരങ്ങള് 2-3 പേരുണ്ട്. 3 പേരും നാട് വിട്ടുപോയിട്ടുണ്ട്. കാരണം ഈ മദ്യപാനം നിർത്താത്തതിന്റെ കാരണത്താൽ നാട് വിട്ടു പലപ്പോഴും നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് രാത്രിയിൽ അദ്ദേഹത്തെ ആ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുവരികയും ഞാൻ മരിച്ചെന്ന് വിചാരിച്ച് അദ്ദേഹം കരയുന്ന ഒരു കരച്ചില് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അന്നേരം പറയുന്നത് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ടേബിളിൽ നിന്ന് ഇറങ്ങി ലൈറ്റ് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. ആ പ്രകാശത്തിൽ ഞങ്ങൾ രണ്ടുകൂടെ അന്ന് രാത്രിയിൽ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് ഞാനും എൻ്റെ പിതാവും മാറുകയാണ്. സ്തോത്രം. അദ്ദേഹം സ്നാനം സ്വീകരിച്ചില്ലെങ്കിലും അന്ന് ആ വലിയ മദ്യപാനിയായിരുന്ന വലിയ മനുഷ്യൻ അന്ന് മദ്യപാനം നിർത്തി. അന്ന് ഞാനും എൻ്റെ പിതാവും കർത്താവായ യേശു ക്രിസ്തുവിനെ സുന്ദരക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് അവരെ ബൈബിൾ വായിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല? എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ എന്താണെന്നും കണ്ടിട്ടില്ല, യേശു ആരാണെന്ന്. പള്ളി പോകാമായിരുന്നോ?
പള്ളിയിലെ ദുഃഖ വെള്ളിയാഴ്ചക്ക് പള്ളിയിൽ പോവും. അന്ന് കഞ്ഞി പയറും ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും കരയുമല്ലോ, അത് നമ്മൾ കരഞ്ഞായിരുന്നു. ഇല്ല, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും വിശ്വാസമില്ല, അറിയത്തില്ല ഇതെന്താ കാര്യം, വിശ്വാസമൊന്നുമില്ല. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയ രാത്രി ഞാനും എൻ്റെ പിതാവോടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വേണ്ടി തന്റെ. അപ്പോൾ ഈ മദ്യപാനിയും ദേശത്ത് മുഴുവനും പിന്നെ അങ്ങേറ്റം ദുർനാമം ആക്കി വെച്ചിരുന്ന ഈ രണ്ടുപേരും ഒറ്റ രാത്രി തന്നെ മാനസാന്തരപ്പെട്ടു. പിറ്റേ ദിവസം ഞങ്ങളെ രണ്ടുപേരെയും പുറത്ത് കാണാത്തത് കൊണ്ട് ആളുകളെ, എന്റെ സ്നേഹിതരും പിതാവിന്റെ സ്നേഹിതരും മതിലിന് ചുറ്റും നടക്കാൻ തുടങ്ങി. അതന്നെ, അങ്ങനെ നേരെ വെളുക്കുമ്പോഴേ നിങ്ങൾ വിളിച്ചാടുമായിരുന്നു. കാരണം ഫാദർ ഒരു 4:30 ആകുമ്പോഴേ കള്ളുകൂടി തുടങ്ങുന്ന, വെളുപ്പിന് 4:30ക്കും 5 മണിക്കൊക്കെ ഷാപ്പില്ല. അങ്ങനെ കുടിക്കുന്ന ആളല്ല, ചെറിയ രീതിയിലുള്ള കുടിയല്ല. അപ്പം അന്ന് രാവിലെ പുള്ളി മദ്യപിക്കാൻ ഇറങ്ങിയില്ല. അപ്പൊ ആളുകളെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്നേഹിതരും ഞാനും ഇറങ്ങുന്നില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ രാത്രിയിലാണ് സഞ്ചരിക്കുന്നത്. പകല് മുഴുവൻ റൂമിൽ കാണും. രാത്രി യാമങ്ങളിലാണ് ശവക്കോട്ടയിലും അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ചാവ് അടിച്ച് ഡ്രഗ്സ് അടിച്ച് ശവക്കോട്ടയിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ രണ്ടുപേരെയും വെളിയിൽ കാണാത്തത് കൊണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ വന്ന് അമ്മയോട് ചോദിച്ചു, ഇതുപോലെ ഷാജി എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഷാജി ഇന്നലെ രാത്രി മരിച്ചു പോയെന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു പുതിയ ഷാജി ആയി അവന്റെ മണ്ടയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഈ സന്ദേശം കാട്ടുതീ പോലെ ഞങ്ങളുടെ ഈ പഞ്ചായത്ത് മുഴുവൻ അങ്ങ് അറിയാൻ തുടങ്ങി. അത് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പുരുത്തിട്ട വേവിച്ചാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുടിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുടിക്കാരനല്ല. അദ്ദേഹം കുടിച്ചിട്ട് വന്നാൽ ആ പഞ്ചായത്തിൽ പോയിട്ട് ആ റോഡിൽ പോലും ഒരു മനുഷ്യൻ നിൽക്കത്തില്ല, ഓടി മറയത്തേ ഉള്ളൂ. അത്ര വലിയൊരു റൗഡിയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനിടയായി. ഈ വാർത്ത ഞങ്ങളുടെ ഗ്രാമത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ 10 വീട്ടുകാരാണ് അന്ന് രാവിലെ ഈ സംഭവം അറിയാൻ വേണ്ടി വീട്ടിൽ വരുന്നത്. അതെല്ലാം ഓർത്തഡോക്സുകാരാ. അങ്ങനെ അവര് അന്ന് തന്നെ ആ ദിവസം തന്നെ ഞങ്ങളോടൊപ്പം തന്നെ 10 കുടുംബങ്ങൾ മാനസാന്തരപ്പെടുകയാണ്. മാനസാന്തരപ്പെട്ട് ഒരു പ്രവർത്തനം അങ്ങനെ ആരംഭിക്കുക. അപ്പോൾ ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം എന്തൊക്കെയോ സംസാരിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ആരാധന ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത്. ഇന്ന് ഇപ്പം 32 വർഷമായിട്ട് ദൈവം എന്നോട് ഏൽപ്പിച്ചൊരു ദൗത്യം വടക്കേ ഇന്ത്യയുടെ മിനിസ്ട്രിയാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിലെ 14 സ്റ്റേറ്റിൽ കർത്താവിൻ്റെ വേലയുണ്ട്. ഏകദേശം 70 നോർത്ത് ഇന്ത്യൻ മിഷണറിമാര് എന്നോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അനേക ഗ്രാമങ്ങൾ, ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും യേശുക്രിസ്തുവിന് വേണ്ടി സുവിശേഷ ദൗത്യവുമായി അന്നും ഇന്നും കർത്താവ് വരമേൽപ്പിച്ച അന്നും ഇന്നും വിശ്വസ്തയോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ആട്ടെ ദേവദാസ, വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മകനെ സാത്താന് വിട്ടുകൊടുക്കാൻ കഴിയത്തില്ലെന്നുള്ളൊരു പഴയ വചനം നമ്മുടെ ആരോ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുവെങ്കിലും, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മകൻ സാത്താനെ വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല. സാത്താൻ്റെ വായിൽ നിന്നാണല്ലോ അമ്മ മകനെ പ്രാർത്ഥനയാൽ വീണ്ടെടുത്തത്. അപ്പോൾ ആ അമ്മയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും. കാരണം പ്രാർത്ഥിക്കുന്ന കണ്ണുനീരിൻ്റെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ എന്നെപ്പോലെയോ എൻ്റെ പിതാവിനെ പോലെയോ ജീവിക്കുന്ന ആരെങ്കിലും അസ്വസ്ഥമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ മാറ്റം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി കർത്താവ് തരും. ആർക്കും വേണ്ടാതിരുന്ന ലോകപ്രകാരം നശിച്ചു പോകേണ്ട എന്നെ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആളുകളെ കർത്താവിലേക്ക് നടത്താനും സ്നാനം കൊടുക്കാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നല്ല അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അന്ന് കള്ളു കുടിച്ച് കഞ്ചാവ് അടിച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷേ അന്ന് കള്ളും കഞ്ചാവ് അടിക്കുമ്പോൾ ഒരു വിഭ്രാന്തിയിലുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് ക്രിസ്തുവിലൊരു സന്തോഷമുണ്ട്. ഇത് തമ്മിൽ ഒരു പെട്ടെന്ന് ഒരു 10-30 സെക്കൻഡ് ഒരു താരതമ്യം ചെയ്ത് പറയാം. തീർച്ചയായിട്ടും അന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള സന്തോഷമാണ്. സ്നേഹിതന്മാരുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് അട്ടഹസിച്ചും പാട്ടുപാടി സിനിമാ പാട്ടും പാടിയുള്ള ഒരു നശിച്ചു പോകുന്ന ഒരു സന്തോഷം, നിലനിൽക്കാത്ത ഒരു സന്തോഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. കള്ള് കുടിച്ചാൽ സന്തോഷം, കള്ള് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ദുഃഖത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഡ്രഗ്സ് കിട്ടിയാൽ സന്തോഷം, അത് കിട്ടാതെ വരുമ്പോൾ വെറും വയലന്റ് ആയിട്ട് മാറുന്ന, പ്രാകൃതനായി മാറുന്ന, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള സന്തോഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുവിശേഷ നിമിത്തം പല
സംസ്ഥാനങ്ങളിലും കർത്താവിന് വേണ്ടി ജയിലിൽ കിടക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈവൻ സൗദി അറേബ്യയിലെ ഖത്തീഫിൽ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആ ജയിലിൽ കിടക്കുമ്പോഴും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവസാന്നിധ്യവും ദൈവീയ സന്തോഷവും അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ഈ സന്തോഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷമാണ്, നിലനിൽക്കുന്നതാണ്. ലോകത്തിന്റെ സമാധാനം അല്പസമയത്തേക്ക് മാത്രമുള്ളതും ക്ഷണികവുമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം തന്നതിന് സന്തോഷമുണ്ട്. ഇനി ഞാൻ മറ്റൊരു അഭിമുഖത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി, നോർത്ത് ഇന്ത്യയിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അനുഗ്രഹമായിട്ട് തീരും. ആവട്ടെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഭവമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദ്യപാനികളും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ നശിച്ചു പോകുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നെങ്കിൽ അവരുടെ അമ്മമാർക്ക് ഒരു ആശ്വാസം കൂടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദേവദാസനെ നന്ദി പറയുന്നു. ദാസിക്ക് നന്ദി പറയുന്നു. God bless you. God bless you.